Hello, good morning, good evening, good afternoon, wherever you are and whenever you are. This is me, Jacob. അപ്പോൾ ഇന്ന് ഞാൻ വടക്കൻ സെൽഫി എന്ന മൂവിൻ്റെ റിവ്യൂ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ആക്ച്വലി മൂവി ഞാൻ ഇന്നലെ തന്നെ കണ്ടു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടൈം ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് റിവ്യൂ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ റിവ്യൂ കൊണ്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വടക്കൻ സെൽഫിനെ കുറിച്ച് കുറച്ച് പറഞ്ഞാൽ, നമ്മൾ എല്ലാം ട്രെയിലർ കണ്ടപ്പോൾ ഓർത്തു പഠിത്തത്തിലൊക്കെ മോശമായിട്ട് ഫിലിം എടുക്കാൻ പോകുന്ന ഒരു പയ്യൻ്റെ കഥയാണ് വടക്കൻ സെൽഫി എന്ന്. പക്ഷേ ആക്ച്വലി മൂവി അങ്ങനെയല്ല. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഐ മീൻ ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന കഥയല്ല സെക്കൻഡ് ഹാഫിൽ മൂവിയിൽ. ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ തിയേറ്ററിൽ കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞ് നിങ്ങളുടെ രസം കളയുന്നില്ല. ഉമേഷ് ബി ആയിട്ട് നിവിൻ പോളിയും ഡെയ്സി ആയിട്ട് മഞ്ജിമയും അഭിനയിക്കുന്നു. ഫിലിമിലെ ബാക്കി ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ ലൈക്ക് നിവിൻ പോളി, അജു വർഗീസ്, നിരജവ് മാധവ്, മഞ്ജിമ മോഹൻ, വിനീത് ശ്രീനിവാസൻ, ഭഗത് മാനുവൽ, വിജയ് രാഘവൻ, ഇവരെല്ലാം ഇവിടെ റോളുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടത് ആസ് എ റൈറ്റർ വിനീത് ശ്രീനിവാസൻ്റെ കഴിവ് ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ്. ആഫ്റ്റർ തട്ടത്തിമറയത്ത് എനിക്ക് വിനീത് ശ്രീനിവാസൻ റൈറ്റ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ് ഒരു വടക്കൻ സെൽഫി. ഈ കോമഡി എൻ്റർടൈനറായ വടക്കൻ സെൽഫിനെ കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നത് ക്യാമറ ചെയ്തിരിക്കുന്ന ജോമോൻ ജോൺ തന്നെയാണ്. പുള്ളിയുടെ വിഷ്വൽസ് ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഷാൻ റഹ്മാനിക്ക, നിങ്ങൾ സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. ആസ് എ ഡയറക്ടർ ജി പ്രജിത്ത് പുള്ളിയുടെ റോള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആസ് ഓഡിയൻസ് നമുക്കാണെങ്കിൽ ആ മൂവി കണ്ടിറങ്ങുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുമ്പോഴല്ലേ ഒരു മൂവി കണ്ടെന്നുള്ളൊരു ഫീൽ കിട്ടുക. ആ ഒരു ഫീൽ നമുക്ക് ഉണ്ടാക്കാൻ ഡയറക്ടറിന് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മൂവിയുടെ എഡിറ്റിങ്ങും വിഷ്വൽ എഫക്ട്സുമാണ് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാറ്റഗറി. പാട്ടൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഫിലിമിൻ്റെ എഡിറ്റിങ്ങും വിഷ്വൽ എഫക്ട്സും സൂപ്പറാണ്. അജു വർഗീസ് ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഈ തവണ കോമഡിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഈ തവണ എന്നല്ല, എല്ലാ തവണയും അജു വർഗീസിൻ്റെ കോമഡിയൊക്കെ സൂപ്പറാണ്. ഈ തവണ ഇച്ചിയും കൂടെ സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല ലൈക്ക് ഫിലിമിൽ പറഞ്ഞ നീ മാസ് അല്ലടാ, നീ മരണ മാസാടാ. ഇന്നലെ ഫേസ്ബുക്ക് മൊത്തം ഒരു ഫ്ലോട്ടിംഗ് ന്യൂസ് കണ്ടു. ലൈക്ക് വടക്കൻ സെൽഫിയിലെ ഹീറോയിൻ നല്ല വൃത്തിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അവളുടെ അഭിനയം കണ്ടപ്പോഴത്തേക്ക് ഫിലിമിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അങ്ങനെ ഇങ്ങനെ ബ്ലാ ബ്ലാ ബ്ലാ. പക്ഷേ എനിക്കെന്തോ മൂവി കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയതേ ഇല്ല. എനിക്ക് ആക്ട്രസ് നന്നായിട്ട് അഭിനയിച്ചെന്ന് തന്നെയാണ് തോന്നിയത്. പക്ഷേ എന്തോ മലയാളം പറഞ്ഞപ്പോൾ എന്തോ ഒരു കുഴഞ്ഞ മലയാളം പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. വേറെ ഡിഫക്ട്സ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഒരു വടക്കൻ സെൽഫി എന്ന ഈ മൂവി നമുക്ക് നല്ലൊരു മോറൽ മുന്നോട്ട് കാണിച്ചു തരുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കി നമ്മൾ നന്നായാൽ നമുക്ക് കൊള്ളാം. So, overall, 24 rating for this movie is 4 out of 5. അപ്പോൾ ഈ വീക്കെൻഡിൽ നിങ്ങൾക്കൊരു മൂവിക്കൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചിരിച്ചിരിക്കണമെങ്കിൽ ഈ മൂവി പോയി കണ്ടോളൂ. എൻ്റെ ഒരു സജഷനാണിത്. അതേസമയം നിങ്ങൾക്കൊരു ഫാമിലി എൻ്റർടൈനറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നും എപ്പോഴും തന്നെ പോവുക. എൻ്റെ റിവ്യൂ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ആഴ്ച വേറൊരു റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തെല്ലാം വരുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ, സൈനിങ് ഓഫ്.